ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ആ സുപ്രധാന തീയതിയിലേക്ക് ഇനി കഷ്ടിച്ച് 48 മണിക്കൂർ മാത്രം. അതെ, ഏപ്രിൽ 22-ന് ഈ ഒരു രണ്ടാഴ്ചത്തെ വെടിനിർത്തൽ കാലാവധി അവസാനിക്കുകയാണ്. പക്ഷേ സമാധാനം ഉണ്ടാകുന്നതിന് പകരം കാര്യങ്ങൾ കൂടുതൽ വഷളാവുകയാണ് ചെയ്യുന്നത്. ഇറാൻ അമേരിക്ക ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിച്ച പാകിസ്ഥാന്റെ വിശ്വസ്തത ഇപ്പോൾ വലിയ ചോദ്യചിഹ്നമായി നിൽക്കുന്നു. ഇറാനിയൻ സ്പീക്കർ ഗാലിബാഫ് ഇന്ന് നടത്തിയ വെളിപ്പെടുത്തലുകൾ കേട്ടാൽ ആരും ഞെട്ടും. പാകിസ്ഥാൻ വാസ് മിസ്ലീഡിംഗ് അസ് എന്നാണ് അദ്ദേഹം പരോക്ഷമായി പറഞ്ഞിരിക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ ഇസ്ലാമാബാദിൽ നടന്നത്? രണ്ടാഴ്ച മുൻപ് ഏപ്രിൽ 8-നാണ് പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ ഒരു വെടിനിർത്തൽ പ്രഖ്യാപിച്ചത്. അസീം മുനീർ എന്ന ഫീൽഡ് മാർഷൽ ഇതിന്റെ വലിയ ക്രെഡിറ്റും എടുത്തു. എന്നാൽ 21 മണിക്കൂർ നീണ്ട ചർച്ചകൾക്ക് ശേഷം ഇറാൻ ഇപ്പോൾ പറയുന്നത് പാകിസ്ഥാൻ മധ്യസ്ഥനായി നിന്നപ്പോൾ കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയി എന്നാണ്. രണ്ട് രാജ്യങ്ങൾക്കും രണ്ട് തരത്തിലുള്ള കരാർ രേഖകളാണ് പാകിസ്ഥാൻ നൽകിയതെന്ന ഗുരുതരമായ ആരോപണമാണ് ഉയരുന്നത്. അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ സൗഹൃദങ്ങൾക്കും ശത്രുതകൾക്കും അപ്പുറം താൽപര്യങ്ങൾക്കാണ് മുൻതൂക്കം. 2026 ഏപ്രിൽ 22 എന്ന നിർണായകമായ വെടിനിർത്തൽ സമയപരിധിയിലേക്ക് ലോകം ഉറ്റുനോക്കുമ്പോൾ ഇറാനും US-ഉം തമ്മിലുള്ള കോൾഡ് വാറിന് അയവ് വരുത്താൻ ശ്രമിച്ച മധ്യസ്ഥ ചർച്ചകൾ ഇപ്പോൾ പുതിയൊരു വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ്. ഇറാൻ അമേരിക്ക ചർച്ചകളിൽ മധ്യസ്ഥനായി നിന്ന പാകിസ്ഥാൻ യഥാർത്ഥത്തിൽ സമാധാനത്തിനായുള്ള പാലമാണോ പണിതത്, അതോ ഇരു രാജ്യങ്ങളെയും തെറ്റായ വഴിയിലൂടെ നയിക്കുകയായിരുന്നു എന്ന ചോദ്യമാണ് ഇപ്പോൾ ആഗോള നയതന്ത്ര വിദഗ്ധർക്കിടയിൽ ചർച്ചയാകുന്നത്. ടെഹ്റാന്റെ ഭാഗത്തു നിന്നുണ്ടായ പുതിയ വെളിപ്പെടുത്തലുകൾ സമാധാന ചർച്ചകളെ മറ്റൊരു തലത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം ലഘൂകരിക്കാനായിട്ട് ഇസ്ലാമാബാദ് ആസ്ഥാനമായി നടന്ന ചർച്ചകൾ ഒരു പരാജയമായിരുന്നു എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് ഇറാനിയൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫിന്റെ പ്രസ്താവനകൾ വരുന്നത്. വെടിനിർത്തൽ നീട്ടുന്നതിനായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന 21 മണിക്കൂർ നീണ്ട ചർച്ചകൾ ഒരു വഴിത്തിരിവിലും എത്തിയില്ല. ഈ പരാജയത്തിന് പിന്നിൽ മധ്യസ്ഥത വഹിച്ച പാകിസ്ഥാന്റെ പങ്ക് സംശയനിഴലിലാണ്. സമാധാന ചർച്ചകൾക്ക് വ്യക്തത നൽകുന്നതിന് പകരം അവ തെറ്റിദ്ധാരണകൾ സൃഷ്ടിക്കാനാണ് ഉപകരിച്ചത് എന്ന ഗാലിബാഫിന്റെ വാക്കുകൾ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നയതന്ത്ര പ്രഹരമാണ്. മധ്യസ്ഥത വഹിക്കുന്ന ഒരു രാജ്യം സത്യസന്ധത പുലർത്തുന്നില്ല എന്ന സൂചന വരുമ്പോൾ അത് ആ രാജ്യത്തിന്റെ അന്താരാഷ്ട്ര വിശ്വാസ്യതയാണ് ബാധിക്കുന്നത്. ഇറാന്റെ അറ്റോമിക് പ്രോഗ്രാംസ് അതുപോലെ ഹോർമുസ് കടലിടുക്കിലെ സുരക്ഷയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും പരിഹരിക്കപ്പെടാതെ തുടരുന്നത് ഈ മേഖലയിൽ വലിയൊരു യുദ്ധത്തിന്റെ ഭീതി നിലനിർത്തുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ പാകിസ്ഥാൻ സ്വീകരിച്ച നിലപാടുകൾ അമേരിക്കയെയും ഇറാനെയും രണ്ട് വ്യത്യസ്ത ധ്രുവങ്ങളിലേക്ക് നയിച്ചു എന്നാണ് സൂചനകൾ. മധ്യസ്ഥൻ എന്ന നിലയിൽ സമാധാനത്തിന് ശ്രമിക്കേണ്ട പാകിസ്ഥാൻ തങ്ങളുടെ പ്രാദേശിക താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായിട്ട് ചർച്ചകളെ വഴിതിരിച്ചു വിട്ടു എന്നതാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാന സംശയം. ലെബനൻ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ പാകിസ്ഥാൻ ഇറാനും അമേരിക്കയ്ക്കും വ്യത്യസ്തമായ കരാർ രേഖകൾ നൽകിയെന്ന ആരോപണം ഈ സംശയങ്ങൾക്ക് ആക്കം കൂട്ടുന്നു. നയതന്ത്ര ലോകത്ത് മധ്യസ്ഥൻ എന്നത് ഒരു സന്ദേശവാഹകനാണ്. എന്നാൽ ആ സന്ദേശങ്ങൾ കൈമാറുമ്പോൾ അതിൽ മാറ്റങ്ങൾ വരുത്തിയാൽ അത് വലിയ ദുരന്തങ്ങൾക്ക് വഴിവെക്കും. ഇസ്ലാമാബാദിൽ നടന്ന ചർച്ചകളിൽ സംഭവിച്ചത് ഇതാണോ എന്ന് ലോകം ചോദിക്കുകയാണ്. പാകിസ്ഥാൻ സ്വയം ഒരു നിഷ്പക്ഷ പാലമായി വിശേഷിപ്പിച്ചെങ്കിലും ഇറാൻ അതിനെ കാണുന്നത് സംശയത്തോടെയാണ്. പരോക്ഷമായ ചർച്ചകളിൽ പലപ്പോഴും കാര്യങ്ങൾ കൃത്യമായിട്ട് കൈമാറാൻ സാധിക്കാതെ വരികയും അത് ആസ്തികൾ വിട്ടുകൊടുക്കുന്നത് പോലെയുള്ള നിർണായക വിഷയങ്ങളിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുകയും ചെയ്തുവെന്ന് ഗാലിബാഫ് തുറന്നടിക്കുന്നു. ഇത് പാകിസ്ഥാന്റെ നയതന്ത്ര ശേഷിക്കുമേലുള്ള കടുത്ത വിമർശനമാണ്. യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. സാമ്പത്തികമായും രാഷ്ട്രീയമായും തകർച്ച നേരിടുന്ന പാകിസ്ഥാൻ അമേരിക്കയുടെയും ഇറാന്റെയും ഇടയിൽ ഒരു മധ്യസ്ഥനായി വേഷമിട്ടത് തങ്ങളുടെ അന്താരാഷ്ട്ര മൂല്യം വർദ്ധിപ്പിക്കാനായിരുന്നു. എന്നാൽ ചർച്ചകൾ പരാജയപ്പെട്ടതോടെ പാകിസ്ഥാന്റെ ഈ നീക്കം തിരിച്ചടിയായി. മധ്യസ്ഥൻ എന്ന നിലയിൽ ഇരുപക്ഷത്തോടും ഒരേ കാര്യം പറയാതെ ഓരോരുത്തർക്കും താല്പര്യമുള്ള രീതിയിലുള്ള രേഖകൾ നൽകിയത് നയതന്ത്രത്തിലെ വലിയൊരു ചതിയായിട്ട് കണക്കാക്കപ്പെടുന്നു. ഇത്തരം നീക്കങ്ങൾ ഭാവിയിൽ പാകിസ്ഥാനെ ആഗോള ചർച്ചകളിൽ നിന്ന് ഒറ്റപ്പെടുത്താൻ കാരണമായേക്കാം. മധ്യസ്ഥന്മാരെ ഒഴിവാക്കി നേരിട്ട് ചർച്ചകൾ നടത്തുമ്പോഴാണ് കൂടുതൽ വ്യക്തത ഉണ്ടാകുന്നതെന്ന ഗാലിബാഫിന്റെ പ്രസ്താവന പരോക്ഷമായി പാകിസ്ഥാന്റെ ഇടപെടലുകളെ തള്ളിക്കളയുന്നതാണ്. നേരിട്ടുള്ള സംഭാഷണങ്ങളിൽ ഞങ്ങൾക്ക് വ്യക്തമായ പരസ്പര ധാരണയിലെത്താൻ കഴിഞ്ഞുവെന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ പാകിസ്ഥാൻ വഴി നടന്ന ചർച്ചകൾ എത്രത്തോളം അവ്യക്തമായിരുന്നുവെന്ന് വെളിപ്പെടുത്തുന്നു. പലപ്പോഴും മധ്യസ്ഥന്മാരുമായുള്ള ചർച്ചകളിൽ സന്ദേശങ്ങൾ കൈമാറുമ്പോൾ അവയുടെ തീവ്രത കുറയുകയോ അല്ലെങ്കിൽ തെറ്റായുള്ള രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുകയോ ചെയ്യാറുണ്ട്. ഇവിടെ പാകിസ്ഥാൻ മനഃപൂർവ്വമാണോ അതോ അറിവില്ലായ്മ കൊണ്ടാണോ ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കിയത് എന്നതാണ് പരിശോധിക്കപ്പെടേണ്ടത്. സൈനിക ശക്തി ഉപയോഗിച്ച് ഇറാനെ കീഴ്പ്പെടുത്താൻ കഴിയില്ലെന്ന് ബോധ്യമായപ്പോഴാണ് അമേരിക്ക പരോക്ഷമായ ചർച്ചകൾക്ക് മുതിർന്നത് എന്ന ഇറാന്റെ അവകാശവാദം ശ്രദ്ധേയമാണ്. ഇതിനർത്ഥം ഇറാൻ ചർച്ചാമേശയിലേക്ക് എത്തിയത് തങ്ങളുടെ ശക്തി ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ്. ഇത്രയും വലിയൊരു ചർച്ചയുടെ ഇടയിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായ പാളിച്ചകൾ വളരെ ഗൗരവകരമാണ്.
നയതന്ത്രത്തിൽ ഓരോ വാക്കിനും വലിയ അർത്ഥങ്ങളുണ്ട്. ആ വാക്കുകൾ മാറ്റം വരുത്തി അവതരിപ്പിക്കുന്നത് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിലേക്ക് വരെ നയിച്ചേക്കാം. പാകിസ്ഥാന്റെ ഇടപെടൽ കൊണ്ട് സമാധാന പ്രക്രിയയെ സഹായിക്കുന്നതിന് പകരം കൂടുതൽ സങ്കീർണമാക്കിയെന്ന കാര്യത്തിൽ തെഹ്റാനിൽ കടുത്ത അസംതൃപ്തിയുണ്ട്. ഇറാൻ വെടിനിർത്തലിന് തയ്യാറായത് അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ടല്ല, മറിച്ച് തങ്ങളുടെ നിബന്ധനകൾ അംഗീകരിക്കപ്പെട്ടതുകൊണ്ടാണ് എന്ന ഗാലിബാഫിന്റെ വാദം തെഹ്റാന്റെ കർക്കശമായ നിലപാടിനെ സൂചിപ്പിക്കുന്നു. നയതന്ത്ര മേഖലയിൽ കീഴടങ്ങുന്ന പ്രശ്നമില്ലെന്നും ദേശീയ താൽപര്യങ്ങൾ വിട്ടുവീഴ്ച ചെയ്യപ്പെടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. വെടിനിർത്തൽ എന്നത് ഒരു നയപരമായ തീരുമാനമാണെന്നും അത് ബലഹീനതയല്ല എന്നും ഇറാൻ ലോകത്തോട് പറയുകയാണ്. ഇത്തരം ഒരു ഉറച്ച നിലപാടുള്ള രാജ്യത്തോട് ചർച്ചകൾ നടത്തുമ്പോൾ മധ്യസ്ഥൻ അതീവ ജാഗ്രത പുലർത്തേണ്ടിയിരുന്നു. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ ചർച്ചകൾ മധ്യേഷ്യയിലെ തങ്ങളുടെ സ്വാധീനം നിലനിർത്താൻ ആവശ്യമാണ്. എന്നാൽ പാകിസ്ഥാന്റെ ഡബിൾ ഗെയിം അമേരിക്കയും പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. മധ്യസ്ഥൻ ഇരു രാജ്യങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നുവെന്ന് ബോധ്യപ്പെട്ടാൽ അത് അമേരിക്കയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധത്തെയും ബാധിക്കും. സമാധാന ചർച്ചകൾക്ക് സഹായം നൽകുന്നതിന് പകരം അവയെ കുഴപ്പത്തിലാക്കുകയാണ് പാകിസ്ഥാൻ ചെയ്തതെന്ന ഇറാന്റെ നിലപാട് മറ്റു പ്രാദേശിക രാജ്യങ്ങളെയും മാറ്റി ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കും. ഏപ്രിൽ 22 എന്ന അവസാന തീയതി അടുക്കുംതോറും നയതന്ത്ര ലോകം പുതിയ നീക്കങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയാണ്. പാകിസ്ഥാന്റെ പങ്ക് ചോദ്യം ചെയ്യപ്പെട്ടതോടെ വരും ദിവസങ്ങളിൽ ഇറാനും അമേരിക്കയും നേരിട്ടുള്ള ചർച്ചകളിലേക്ക് നീങ്ങാനുള്ള സാധ്യതയും വർദ്ധിച്ചു. മധ്യസ്ഥന്മാർ സമാധാനത്തിന്റെ പര്യായങ്ങളാകേണ്ടതിന് പകരം തങ്ങളുടെ വ്യക്തിപരമായ അജണ്ടകൾ നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഇത്തരം ചർച്ചകൾ പരാജയപ്പെടുക സ്വാഭാവികമാണ്. ഇറാന്റെ ആരോപണങ്ങൾ പാകിസ്ഥാൻ നിഷേധിച്ചേക്കാമെങ്കിലും ഗാലിബാഫിന്റെ പ്രസ്താവനകൾ സൃഷ്ടിച്ച ആഘാതം ചെറുതല്ല. സമാധാനത്തിനായുള്ള പാതകൾ എപ്പോഴും സുതാര്യമായിരിക്കണം. അവിടെ നിഴലുകൾ വീഴ്ത്തുന്ന മധ്യസ്ഥന്മാർ ശരിക്കും വിശ്വാസ്യതയുടെ കടക്കലാണ് കത്തിവെക്കുന്നത്. ഇറാൻ ഇപ്പോൾ പാകിസ്ഥാനെ ഒരു വഴി തെറ്റിക്കുന്നവനായിട്ടാണ് കാണുന്നത് എങ്കിൽ അതിന് വ്യക്തമായ കാരണങ്ങൾ ഉണ്ടാകാം. ഈ നയതന്ത്ര നാടകം അവസാനിക്കുന്നത് എവിടെയായിരിക്കുമെന്ന് വരും ദിവസങ്ങൾ തെളിയിക്കും. ഒരു കാര്യം ഉറപ്പാണ്, വരും കാലങ്ങളിൽ വലിയ ശക്തികൾ തമ്മിലുള്ള ചർച്ചകളിൽ മൂന്നാം കക്ഷികളുടെ ഇടപെടലുകൾക്ക് ഇറാൻ കടുത്ത നിബന്ധനകൾ വെക്കാൻ ഈ സംഭവം കാരണമാകും. ഇറാൻ അമേരിക്ക ബന്ധം ലോക സമാധാനത്തിന് വളരെ നിർണായകമാണ്. അവിടെ മധ്യസ്ഥനായി വന്ന പാകിസ്ഥാന്റെ പരാജയം ശരിക്കും ദക്ഷിണേഷ്യൻ നയതന്ത്രത്തിൽ വലിയൊരു വിള്ളലാണ് വീഴ്ത്തിയിരിക്കുന്നത്. തെറ്റായ സന്ദേശങ്ങളും അപൂർണമായ വിവരങ്ങളും കൈമാറിക്കൊണ്ട് ചർച്ചകളെ അലങ്കോലമാക്കിയത് പാകിസ്ഥാന്റെ വലിയൊരു നയതന്ത്ര വീഴ്ചയാണ്. ഇനി നേരിട്ടുള്ള ചർച്ചകളിലൂടെ മാത്രമേ ഇരു രാജ്യങ്ങൾക്കും ഒരു വ്യക്തമായ ധാരണയിലെത്താൻ സാധിക്കൂ. ഏപ്രിൽ 22 ബുധനാഴ്ച, അന്നറിയാം ലോകം ഒരു മഹായുദ്ധത്തിലേക്ക് നീങ്ങുമോ അതോ അവസാന നിമിഷം എന്തെങ്കിലും അത്ഭുതങ്ങൾ സംഭവിക്കുമോ എന്ന്. അമേരിക്കയും ഇറാനും എത്രത്തോളം സുതാര്യമായി പരസ്പരം സംസാരിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു ബാക്കി കാര്യങ്ങൾ. പാകിസ്ഥാന്റെ ഈ അനുഭവത്തിൽ നിന്ന് നയതന്ത്ര ലോകത്തിന് പഠിക്കാൻ ഒരു വലിയ പാഠമുണ്ട്. സത്യസന്ധതയില്ലാത്ത മധ്യസ്ഥത യുദ്ധത്തെക്കാൾ അപകടകരമാണ്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഈ നാടകത്തിൽ പാകിസ്ഥാന്റെ വിശ്വാസ്യത പാടെ തകർന്നിരിക്കുകയാണ്. സമാധാനത്തിന്റെ പാലം ഉണ്ടാക്കേണ്ടവൻ ചതിയുടെ കുഴി തോണ്ടിയാൽ അതിന്റെ ഫലം ലോകം മുഴുവൻ അനുഭവിക്കേണ്ടി വരും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.